കലയും കാഴ്ചയും. സ്വന്തം നാട്. കയ്യൂർ സമരചരിത്രം. ചോരയുടെ നിറമാണതിന്. പുതുയൗവനത്തിന് രക്തം തിളപ്പിക്കുന്ന ഓർമ്മകൾ വിളമ്പുകയാണിവിടെ നിന്ന്. മഠത്തിലെ അപ്പു, കോയിത്തട്ടിലെ ചിരുകണ്ടൻ, പൊടവര കുഞ്ഞമ്പു, അബൂബക്കർ. 1942 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ട സമരനായകർ. അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനുള്ള കൽപ്പനയുണ്ട്. പറയൂ, എന്താണ് നിങ്ങളുടെ ലാസ്റ്റ് വിഷ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം, ജന്മിത്വം അവസാനിപ്പിക്കണം. ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം. എന്താ, സാധിച്ചു തരാം? ഇപ്പൊ പശ്ചാത്താപമാണ്? ഇല്ല, ഞങ്ങൾക്ക് പശ്ചാത്താപമില്ല. പാവം ചെയ്തവരല്ലേ പശ്ചാത്തപിക്കേണ്ടത്. ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പു, ചിരുകണ്ടൻ, കുഞ്ഞമ്പു, അബൂബക്കർ. ആ സ്മരണകൾ ഉയർത്തുന്ന വികാരം എന്താണ്? സന്തോഷമോ ദുഃഖമോ? എന്താണ് നമ്മുടെ പ്രതികരണം? ചുരുട്ടിയ മുഷ്ടിയോ നിറകണ്ണുകളോ? ഇതിന് ഉത്തരം പറഞ്ഞുകൊണ്ടുള്ള യാത്രയിലാണ് അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന ഏകപാത്ര നാടകവും അതിലെ ഏക അഭിനേത്രി രജിത മധുവും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു. ഇല്ല, കയ്യൂരിനെ നമ്മൾ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. ആ 4 യുവാക്കളിൽ ഒരാളുടെ പേർ അബൂബക്കർ. അബൂബക്കറിന്റെ ഉമ്മയാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ ഞാൻ. കാലഹരണപ്പെടാത്ത ചരിത്ര സംഭവങ്ങൾ നാട് നിർമ്മിക്കുവാനുള്ള തറയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നാടകം 1000 വേദിയോടടുക്കുന്നു. അതെ, ഇനി നാടകമാണ്. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു. രജിത മധു കലാകാരിയായ ഒരു വീട്ടമ്മ. അടുക്കളയെയും അരങ്ങിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന വീട്ടമ്മ. കണ്ണൂരിലെ കൂവോട് എന്ന ഗ്രാമത്തിനടുത്ത് ചെഗുവേര എന്ന് നാമകരണം ചെയ്ത റോഡിലൂടെ പോയാൽ ഇവരുടെ നാടക വീട്ടിലെത്താം. അനേകം നാടകങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പായിരുന്ന ഈ വീട്ടിൽ നാടകവും ജീവിതവും വേറിട്ട അനുഭവമല്ല. സംഗീതജ്ഞനായ ഭർത്താവ് മധുവും കലാകാരന്മാരായ മക്കൾ മിഥുൻ രാജും തില്ലാനയും അടങ്ങുന്ന കുടുംബത്തിൽ നാടക സംഭാഷണങ്ങളും സംഗീതവും രാപ്പകൽ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ വേദിയും ഒരു തുടക്കക്കാരിയുടെ കൗതുകത്തോടെ കാണുന്ന ഈ അഭിനേത്രിക്ക് നാടകം പ്രതിരോധത്തിന്റെ കലയാണ്, വേദി ഒരു സമരപ്പന്തലും. അതുകൊണ്ട് തന്നെയാണ് കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അബൂബക്കറിന്റെ ഉമ്മയായി പകർന്നാടുന്നതും. എത്രയെത്ര വീടുകൾ കത്തിച്ച് ജാതിയും മതവും പറഞ്ഞ് എത്ര എണ്ണത്തിന് അരിഞ്ഞു വീഴ്ത്തി. ഇത് വല്ലതും നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ മക്കളെ? കുഞ്ഞനെന്താ, കണ്ടക്കോര, കുഞ്ഞിക്കാളോ, നിങ്ങളെല്ലാരും ഇതിന് തക്ക സമാധാനം പറയണം. ജാതിക്കും മതത്തിനും വേണ്ടി തല തല്ലിക്കേറി ശാവാനാണ് എന്റെ മക്കളെ ചോര കൊടുത്തേ? പറ, ഈനാണ് എന്റെ മക്കളെ ജീവൻ കൊടുത്തേ? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? എന്താ ആരും ഒന്നും പറയാത്തേ? പറ, ആരെങ്കിലും ഒന്ന് പറ, ആരെങ്കിലും ഒന്ന് പറ. 16-ാമത്തെ വയസ്സിൽ ജ്വലനം എന്ന നാടകത്തിൽ ആദ്യ കഥാപാത്രത്തിന്റെ വേഷമണിയുന്നു. ജീവിത നാടകത്തിലെ മുഹൂർത്തങ്ങളൊക്കെ വിശപ്പും കഷ്ടതയും കൊണ്ട് എഴുതപ്പെട്ടവ.
ഒരു പ്രതിവിധിയെന്നോണം അരങ്ങിന്റെ സാന്ത്വനത്തിലേക്ക് കണ്ണൂർ സരസ്വതി എന്ന അഭിനേത്രിയുടെ കൈയും പിടിച്ച് നടന്നു കയറി. ആദ്യ പ്രതിഫലം 75 രൂപ അമ്മയുടെ കയ്യിലേൽപ്പിച്ചപ്പോൾ അരങ്ങ് പോറ്റി വളർത്തുമെന്ന് തന്നെ കരുതി. അതെ, അരങ്ങ് വളർത്തി. 300-ലധികം നാടകങ്ങൾ, 1500-ലധികം വേദികൾ, 3ഓളം സിനിമകൾ. രജിതാ മധു അഭിനയയാത്ര തുടരുന്നു. 1989 മരണക്കിണർ എന്ന നാടകത്തിന് മികച്ച നടിക്കുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ്. 2002 ആകാശവാണി നാടകോത്സവത്തിൽ മികച്ച നടി, നാടകം പെണ്ണ്. നിരവധി അമേച്വർ നാടക അവാർഡുകൾ അരങ്ങിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ അബൂബക്കറിന്റെ ഉമ്മ തന്നെ കൂടെ നടക്കുന്നു. ജീവിതവും നാടകവും സംസാരിച്ച് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു സംഘം നാടകപ്രവർത്തകർ എന്നും കൂട്ടിനുണ്ട്. ഇതാണ് ഊർജം. നാടകമെന്ന സംഘകലയിൽ ഒരാളാകുമ്പോൾ, ഒരു സമൂഹ ജീവിയാകുമ്പോൾ, ഒരു വലിയ പ്രതിഷേധ പ്രകടനത്തിൽ ഒരാളാകുമ്പോൾ ഈ പെൺമനസ്സിനും ആത്മസംതൃപ്തി. നല്ല നാടക പ്രവർത്തനത്തിന്റെ സജീവത സ്വപ്നം കാണുന്നവർക്ക് നടുവിൽ ഈ അഭിനേത്രിയും തളരാതെ യാത്ര തുടരുന്നു. എൻ ശശിധരൻ എന്ന നാടക രചയിതാവിനെ ഈ അഭിനേത്രിയെ അടുത്തറിയാം. അദ്ദേഹത്തിന്റെ അടുക്കള, ചേരിനിലം, ജീവചരിത്രം, പെണ്ണ്, ഹിംസാടനം തുടങ്ങിയ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ രജിതാ മധുവിലെ അഭിനേത്രിയെ വളർത്തിയ അമ്മമാരാണ്. നാടകം അഭിനേതാവിൻ്റെ കലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാടകകൃത്തോ സംവിധായകനോ ഉപരിയായി അരങ്ങിൽ നാം അറിയുന്നത് അഭിനേതാക്കളുടെ യഥാർത്ഥ പെർഫോമൻസ് ആണ്. മറ്റു തരത്തിൽ ആ പെർഫോമൻസാണ് നാടകത്തെ നാടകമാക്കുന്നത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു അഭിനേത്രി എന്ന നിലയിൽ രജിതാ മധുവിൻ്റെ അത്രയും പൂർണ്ണതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ 7-8 നാടകങ്ങളിൽ അവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 3-4 റേഡിയോ നാടകങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഊർജം ഒരു കഥാപാത്രത്തിൽ നിന്ന് ഒരു അഭിനേത്രി സാംശീകരിക്കുകയും അത് നാടകം എഴുതിയ ആളുടെയോ അല്ലെങ്കിൽ സംവിധായകൻ്റെയോ ഭാവനക്കപ്പുറത്തുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്ത ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ അടുക്കളയിലെ ദേവയാനി ആയിരുന്നു. ആകാശവാണിയിൽ ഏറ്റവും മികച്ച നടിയായി അവർ തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ തലത്തിൽ അവർക്ക് പുരസ്കാരം ലഭിച്ച നാടകത്തിൽ അവരുടെ ഒരു സവിശേഷത, അവർ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. കേരളത്തിൻ്റെ വർത്തമാന ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായി ജീവിച്ച 3 കഥാപാത്രങ്ങൾക്ക് ആവിഷ്കാരം നൽകുകയും അതിന് ഒരു സവിശേഷമായൊരു അർത്ഥഭംഗി ഉണ്ടാക്കുകയും ചെയ്തു അവർ. കലയും കാഴ്ചയും. Close to your heart and close to your home, all that makes life good. Dream further but seize what's nearer, just feel like you're home. Just wish, don't wait to grab that chance. It's better when your dreams are close. Close to your heart and close to your home, just feel like you're home. You wish, you choose, start a new day. Close to your heart and close to your Lulu, hypermarkets, supermarkets and department stores where the world comes to shop. just feel like you're home.
വെൽക്കം ടു അവർ കഷണ്ടി ഫാമിലി. ഇതെന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പാ, ഗ്രേറ്റ് കഷണ്ടി. ഇത് ഗ്രാൻഡ് പാ. ഈ കഷണ്ടിയിലെ കൂടുതൽ ഷൈനിങ് മൈ സ്വീറ്റ് പപ്പ. പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പാരമ്പര്യം, ബി കെയർഫുൾ. It's your brother? No, it's me. Wow. കാണുന്നതിന് മുമ്പ്. I can't believe. That's happy life. Hair fixing. Right. Wow. Happy life hair fixing. Change your destiny. Papa, fix a date. I'm ready. Hi. Account transfer ഏത് ബാങ്കിലേക്കും ചെയ്യുമോ? Yes, no problem. How about instant money transfer? അതും നോ പ്രോബ്ലം. ഈ കൊച്ചിനോട് അഹല്യയിലെ എന്ത് ചോദിച്ചാലും നോ പ്രോബ്ലം എന്നെ പറയൂ. കാരണം നാട്ടിലെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാനും ഡ്രാഫ്റ്റ് എടുക്കാനും ഇന്ത്യയിൽ എവിടെ നിന്നും നിമിഷങ്ങൾക്കകം പണം കൈപ്പറ്റാനും അഹല്യ എക്സ്ചേഞ്ച് ആണെങ്കിൽ നോ പ്രോബ്ലം. ഞാനും അഹല്യയുമായിട്ടുള്ള ബന്ധം ആ ഒരു വിശ്വാസത്തിൻ്റെത് മാത്രമാണ്. അഹല്യ എക്സ്ചേഞ്ച്, നല്ല റേറ്റ്, നല്ല സർവീസ്. കലയും കാഴ്ചയും. ഈ മെഷീൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ ഓർക്ക് ദേഷ്യം വരും. ഞാൻ പണിയെടുത്തിട്ടുള്ള സമ്പാദ്യമൊന്നും വേണ്ടെന്നാ ഓറ് പറയുന്നു. ഹിംസാടനം എന്ന നാടകത്തിലെ ഒരു വീട്ടമ്മയുടെ മനസ്സിലെ ആധി ഇന്നും ഓർമ്മ. തീപിടിച്ച മനസ്സുമായി ജീവിച്ച ആ സ്ത്രീയുടെ സംഭാഷണങ്ങൾ ഇന്നും മറന്നിട്ടില്ല. അതങ്ങനെയാണ്. അരങ്ങിലെന്നും ജീവിക്കുമ്പോൾ ഏതു സംഭാഷണ ശകലമാണ് മറക്കാനാവുക? ബാലവാടിയിൽ കഞ്ഞി വെക്കുന്ന പണിയെങ്കിലും കിട്ടിയെങ്കിൽ കൊറേ കുഞ്ഞളെ കാണേനും. ക്ലാരക്കുഞ്ഞമ്മ ഓർക്കുന്നു എന്ന നാടകത്തിലും ഏക കഥാപാത്രമാണ്. ഒറ്റയ്ക്ക് നടന്ന്, ഒറ്റയ്ക്ക് കരഞ്ഞ്, ഒറ്റയ്ക്ക് ചിരിച്ച് ഒരു ക്ലാരക്കുഞ്ഞമ്മയുടെ കഥയല്ല ഈ നാടകം പറയുന്നത്. നാട് മാറ്റിപ്പണിയേണ്ട ദൗത്യവുമായി കുറെ കഥാപാത്രങ്ങളുടെ ആകുലതയും പേറി രജിത മധു അരങ്ങിൽ ഓടി നടക്കുന്നു. പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞു പറഞ്ഞ് അമ്മ അരങ്ങ് വാഴുമ്പോൾ മക്കളും ആ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നു. നൃത്തവും സംഗീതവും ഒക്കെ കൂട്ടിനുണ്ടെങ്കിലും ഒരു നിലവിളി പോലെ സംഭാഷണങ്ങൾ അവരുടെ മുന്നിലുണ്ട്. ഒരിക്കലും അവരുടെ അമ്മയുടേതായിരുന്നില്ല, നാടറിയുന്ന നാടക പ്രവർത്തകയുടേതായിരുന്നു. കേരളത്തിലെ ഗ്രാമീണ നാടകവേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നെങ്കിലും ചില നാടകങ്ങൾ രജിത മധുവിനെ കേരളത്തിന് പുറത്തും ചിരപരിചിതയാക്കി. അരങ്ങിലെ ഈ സ്ത്രീ സാന്നിധ്യം നാടകവേദിയിലെ പ്രഗത്ഭരുടെ നാടകങ്ങളിലെത്തിയതോടെ കൂടുതൽ പക്വമതിയായി. OK കുറ്റിക്കോൽ എന്ന നാടകപ്രവർത്തകൻ ഗുരുതുല്യൻ, നെയ്ത്തുകാരൻ, പുലിജന്മം, രാമാനം തുടങ്ങിയ സിനിമകളിലെ അഭിനയം ഈ അഭിനേത്രിയുടെ കലയോടുള്ള സമീപനം വിളിച്ചു പറയുന്നു. നാടകത്തിലെ പശ്ചാത്തല സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ ധർമ്മൻ ഏഴോം എന്ന പ്രതിഭയുടെ മരുമകൾ നാടകരംഗത്തെ പുതുമയിലൂടെ അന്വേഷണം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായിരിക്കുന്നു. ഈ മൊമെന്റോകളും ചിത്രങ്ങളും ആ കഥ തന്നെ പറഞ്ഞു തരുന്നു. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ നാടകരംഗത്തേക്ക് വരുന്നത്. നാടകരംഗത്തേക്ക് വരാൻ നാടകത്തോട് താല്പര്യമുള്ളത് കൊണ്ടോ നാടകത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അഭിനിവേശം കൊണ്ടോ അല്ലായിരുന്നു. നാടകത്തെക്കുറിച്ച് ആ പ്രായത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. 10ാം തരം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. കാരണം പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു, അമ്മയാണ് പണിയെടുത്ത് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ 10 കഴിഞ്ഞ് ഏത് തരത്തിലായാലും മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തൊഴിൽ ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു കണ്ണൂർ സരസ്വതി ചേച്ചി. അവർ ഒരുപാട് വർഷങ്ങളായിട്ട് നാടകരംഗത്ത് ഉള്ളതായിരുന്നു.
അങ്ങനെ അവർ എന്നോട് ചോദിച്ചു നാടകത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവരുടെ കൂടിയായിരുന്നു ഞാൻ നാടകരംഗത്തേക്ക് എത്തിയത്. ചെറുപ്പത്തിൽ ഞാൻ നന്നായി നൃത്തം ചെയ്യുമായിരുന്നു. അതായത് പള്ളിക്കുന്ന് ബോർഡ് സ്കൂളിലായിരുന്നു ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടെ ടീച്ചർ മീനാക്ഷി ടീച്ചറായിരുന്നു എൻ്റെ ഡാൻസിൻ്റെ എല്ലാ ചിലവുകളെടുത്തതും എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നതും എല്ലാം ടീച്ചറായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് നാടകത്തെ ഞാൻ കാണാൻ തുടങ്ങിയത് പയ്യന്നൂർ അന്നൂർ നാടക വീട്ടിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നാടകം ചെയ്യുമ്പോഴായിരുന്നു. പ്രിയനന്ദനായിരുന്നു ആ നാടകം സംവിധാനം ചെയ്തത്. അന്നൂർ നാടക വീട്ടിലെ ബാബുവേട്ടനും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ഏകപാത്ര നാടകത്തിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവ് മധുവേട്ടനായിരുന്നു. മധുവേട്ടൻ ഈ ഉമ്മ എന്ന കഥാപാത്രത്തെ വെച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അത് മുരളിയേട്ടനോട് പറഞ്ഞപ്പോൾ മുരളിയേട്ടനും അത് സമ്മതിച്ച് മുരളിയേട്ടൻ അത് എഴുതി തന്നു. ഇപ്പോൾ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും രജിതാ മധു എന്ന് പറയുമ്പോൾ അബൂബക്കറിൻ്റെ ഉമ്മയല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ നാടകത്തിന് ശേഷമാണ്. അതിന് എല്ലാ കടപ്പാടുകളും മുരളിയേട്ടനോടാണ്. നാടകയാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ടതാണ് മധു വെങ്ങര എന്ന സംഗീതജ്ഞനെ. KSCBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൂടിയായ ഇദ്ദേഹം എന്നും കൂടെയുണ്ട്, അരങ്ങിലും ജീവിതത്തിലും. കണ്ണൂരിലെ പള്ളിക്കുന്നിനടുത്തായിരുന്നു രജിതയുടെ ബാല്യകാലം. അച്ഛൻ വാസുദേവൻ രജിതയുടെ ചെറുപ്രായത്തിലെ മരണപ്പെട്ടു. അമ്മ ലളിതയും 3 സഹോദരങ്ങൾക്കും ഒന്നിച്ച് ജീവിതം. അമ്മ കൂലിവേല ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറെ ശ്രമകരം. അമേച്ചർ നാടകത്തിന്റെ ഉത്സവ കാലഘട്ടത്തിൽ രജിത അരങ്ങിന്റെ കൂടെ നടന്നു. അന്നും ഇന്നും ഈ നാടകയാത്ര തുടരുന്നു. കലയും കാഴ്ചയും. Express more at those special moments of life. Express money. Don't just send. Express it. Gemini Building Materials, largest stockist of Knauf gypsum boards and access panels in the UAE. Gemini Building Materials, largest stockist of Knauf gypsum boards and access panels in the UAE. Albosia Fire and Safety Equipments, Fire Alarm, Fire Pump Systems, Fire Extinguisher തുടങ്ങി എല്ലാത്തരം ഫയർ എക്യുപ്മെന്റ്സിന്റെയും സെയിൽസ്, സർവീസ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്നിവയ്ക്ക് വിശ്വസ്തമായ സേവനം. Albosia Abu Dhabi. Telephone 0244585528. കലയും കാഴ്ചയും. ഗ്രാമാന്തരങ്ങളിലൂടെ പാവപ്പെട്ടവന്റെ വിശപ്പറിഞ്ഞ് അവന്റെ സ്വപ്നവും ജീവിതവും അറിഞ്ഞ് നാടകം സഞ്ചരിക്കുന്നു. അവന്റെ കൂടപ്പിറപ്പെന്ന പോലെ ജീവിത നേരുകളെ ഇത്രയും മനുഷ്യത്വപരമായി കോറിയിടാൻ മറ്റേത് കലാസൃഷ്ടിക്കാണ് കഴിയുക? സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു നാടകത്തിൽ ഈ കാണുന്ന വേഷത്തിൽ സത്യമായും നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കില്ല. നാടകവും നാടകക്കാരനും പ്രസക്തമാവുന്ന ഈ കാലത്ത് രജിതയും ഒരു കഥാപാത്രമാകുന്നു. തന്റെ ദൗത്യവുമായി സമരവീര്യം അലയടിക്കുന്ന നാടിന്റെ മൂലകളിൽ അവർ പാടുന്ന ഉണർത്തുപാട്ടുകൾ കേൾക്കാം. മക്കളെ അറിഞ്ഞോ, AKGനെ പോലീസ് പിടിച്ചു. മുടവൻമുകൾ കൊട്ടാരത്തിൽ മിച്ചഭൂമി സമരം. ചീമേനി കൊടുകപ്പള്ളി എസ്റ്റേറ്റിൽ ഏവിയും സഖാക്കളും കൊടിനാട്ടി. യശമാനന്മാരെ, നിങ്ങൾ ഞെട്ടിക്കോ, ഞങ്ങൾ പറഞ്ഞതെല്ലാം മറക്കാണ്ട് ചെയ്തിട്ടുണ്ട്. തിരശ്ശീല താഴ്ത്തിയാലും ഈ സംഭാഷണത്തിനൊപ്പം നാം സഞ്ചരിക്കും. രജിതാ മധുവിന്റെ നാടകത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക ബോധം വിളിച്ചു പറയുന്നവയാണ് ഓരോ സംഭാഷണവും, ഓരോ നാടകവും.
അതുകൊണ്ടാണ് ഡൽഹി ജനസംസ്കൃതി ഒരുക്കിയ ചടങ്ങിൽ കേരള ഹൗസിൽ വെച്ച് അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന നാടകത്തിന്റെ CD പ്രകാശനം ചെയ്തതും. വൃന്ദ കാരാട്ട്, മാലശ്രീ ഹാഷ്മി എന്നിവർ പകർന്നുകൊടുത്ത സ്നേഹവും കരുത്തും എന്നും ഹൃദയത്തിലുണ്ട്. സഫ്ദർ ഹാഷ്മിയുടെ ജനനാട്യമഞ്ചിന്റെ പ്രവർത്തകർക്കു മുന്നിൽ നാടകം അവതരിപ്പിക്കുവാനായത് മഹാഭാഗ്യമെന്ന് രചിത മധു. നാടകം അതിൻ്റെ വസന്തകാലത്തെ എടുത്തണിയണമെങ്കിൽ കാണി എന്ന ആസ്വാദകൻ പറയണം ഇതിൽ ജീവിതമുണ്ടെന്ന്. ആസ്വാദകന്റെ കണ്ണും നെഞ്ചും ഈ ജീവന്റെ കലയ്ക്കൊപ്പം എന്നും സഞ്ചരിക്കുന്നു. രചിത മധുവിൻ്റെ നാടകത്തിനൊപ്പവും ഈ അഭിനന്ദനങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. തികച്ചും ഗുരുകുല സമ്പ്രദായത്തിലെന്ന പോലെയായിരുന്നു അബൂബക്കറിന്റെ ഉമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ്. കരിവെള്ളൂർ മുരളി രചനയും സംവിധാനവും നിർവഹിച്ച ഈ നാടകം രചിത എന്ന നാടക നടിയുടെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലിന്റെ ചൂര് ദൃശ്യമാക്കുന്നു. കയ്യൂരെന്ന സമരനാട്ടിലൂടെ ഓടി നടന്ന ഒരമ്മയുടെ സ്വപ്നവും വിഹുലതയും വേർപാടിന്റെ വേദനയും ഓരോ ചലനത്തിലും കാണാം. തൂക്ക് കയറ് മുറുകുന്നവരെ ഇൻകിലാബ് വിളിച്ചിട്ട് എന്റെ മോന ഓം പോയി മക്കളെ. നാം അനുഭവിക്കുന്ന ഈ ലോകം നിർമ്മിച്ചത് ആരാണോ അവരാണ് കഥാപാത്രങ്ങൾ. കരച്ചിൽ പോലെ, ചിരി പോലെ സ്വാഭാവികമായി രചിത മധു കഥാപാത്രങ്ങൾ പകർന്നാടി. ആധുനികത സമ്മാനിച്ച അനർത്ഥങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മനുഷ്യപ്പറ്റിന്റെ വഴിയിലൂടെ നാടകത്തെ നടത്തിയതിന് കരിവെള്ളൂർ മുരളിക്കും അഭിമാനിക്കാം. നീയാ പെണ്ണ്, നിനക്കേ കഴിയൂ. അത് ഈ ഉടുത്ത പൊടയ മുഴുവൻ ചോരയിൽ മുങ്ങി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ശരിക്കും മാണിക്ക ഒരു ഭയങ്കര റേപ്പിന്റെ ഫലമായിട്ടാണല്ലോ മരിക്കുന്നത്. ആ ചോര ഒഴുകുന്നത് മുഴുവൻ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇങ്ങനെ പൊക്കിയിട്ട് കൊളപ്പുരന്റെ പടയില് ഉടുത്ത പൊട മുഴുവൻ ചോരയിൽ മുങ്ങി ചത്ത് കിടക്കുന്നോളെയാ നിന്റെ അമ്മ മാണിക്കത്തിന്റെ. ഷോക്കേസിൽ അലങ്കരിക്കാൻ കഴിയാത്തത്രയും സുന്ദര മുഹൂർത്തങ്ങൾ ഈ നാടകം രചിതയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. അരങ്ങിലെ സ്ത്രീക്ക് നാട് ഭ്രഷ്ട് കൽപ്പിച്ചൊരു കാലത്തു നിന്നും തുടങ്ങിയ യാത്ര നെഞ്ചുറപ്പോടെ മുന്നോട്ട് തന്നെ. വളരെ സജീവമായൊരു ട്രാക്ക് നമുക്ക് പുറത്തു പോകാം. ശരി, നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചല്ലോ, ഇനി നമുക്കൊന്ന് തുടങ്ങാം, ചെയ്തു നോക്കാം. അതാണല്ലേ ഇങ്ങനെ ഒരു നാടകം വേണമെന്നത് സത്യത്തിൽ രചിതയുടെ ഒരു ആഗ്രഹവും നിർബന്ധവുമായിരുന്നു. ഞാൻ രചിതയെ പരിചയപ്പെടുന്നത് തന്നെ രചിത നാടകവേദിയിലേക്ക് വന്ന ഉടനെയാണ്. അന്ന് തൊട്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അഗാധമായ ഒരു തരം ആത്മസമർപ്പണം. അതാണ് രചിത മധു എന്ന അഭിനേത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കഴിഞ്ഞൊരു 10-30 വർഷമായിട്ടുള്ള രചിതയുടെ ഈ അരങ്ങിലെ വളർച്ച മുഴുവൻ അടുത്ത് നിന്ന് നിരീക്ഷിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ആ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രൂപം എൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്തിരുന്നെങ്കിലും ഞാനും രചിതയും തമ്മിൽ നടത്തുന്ന ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയാണ് യഥാർത്ഥത്തിൽ അത് വികസിച്ചു വന്നത്. അത് മധു, എൻ്റെ ഭാര്യ കോമളവല്ലി, ഇവരൊക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ആണ് ആ നാടകത്തെ ഇങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവന്നത്. 100 കണക്കിന് അവതരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 1000-ഓടടുക്കുകയാണ് ഇതിൻ്റെ അവതരണം. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത് ഒരു സർവകാല റെക്കോർഡായിത്തീരുകയാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിയ അവതരണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു റെക്കോർഡായിത്തീരുകയാണ്. എൻ്റെ ഈ സംഭാഷണങ്ങൾ ഒരുപക്ഷെ 60 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തോടുള്ള എൻ്റെ പ്രതികരണങ്ങൾ, അതിലുള്ള എൻ്റെ വളരെ നിലീനമായ കുറേ സങ്കടങ്ങൾ, ഇത് മുഴുവൻ ആർത്തു വിളിച്ച് ഈ കേരളത്തോട് പറഞ്ഞു നടക്കുന്നത് രചിതയാണ്. അത് ഉമ്മയുടെ യഥാർത്ഥ പ്രായത്തിലും രചിത തുറന്നുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. ദൂരെയായിരിക്കും പലപ്പോഴും വേദികൾ. ഒരു കുടുംബിനിയുടെ വീട്ടകത്തെ മത്സരോട്ടം കഴിഞ്ഞു വേണം നാടകസ്ഥലത്ത് ഓടിയെത്താൻ. ഒക്കെ ഒരുക്കുന്നതിൽ മക്കൾ തുണയാണ്.
ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ പിന്നണി പ്രവർത്തനത്തിൽ മധു പ്രകാശ നിയന്ത്രണം നടത്തുന്നു. രംഗമൊരുക്കി വേദി തയ്യാറാക്കുന്നതും ഇദ്ദേഹം. സമരമുഖത്തേക്കുള്ള ഈ യാത്രയിലും കുടുംബം ഒന്നിച്ച്. അപ്പോഴാണ് ഇതൊരു നാടക വീടാകുന്നത്. ദേശഭക്തിയുടെ അഭേദ്യ പ്രേരണയാൽ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി പൊരുതിയ ഒരു ജനത. തങ്ങളുടെ കയ്യിലെ കീറത്തുണി കൊണ്ട് മണ്ണ് പുതപ്പിക്കുവാൻ സാഹസപ്പെട്ടവർ. ഇവരുടെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് ഒരു സംഘം അന്നും ഇന്നും അരങ്ങിനെ തീപിടിപ്പിച്ചു. അവർ നാടക പ്രവർത്തകർ. അവരിൽ ഒരാളായി പെൺശബ്ദം മുഴങ്ങുന്നു. രജിതാ മധു എന്ന അഭിനേത്രി. നാടകത്തിൻ്റെ രാഷ്ട്രീയ ബോധം തിരിച്ചുപിടിക്കുവാൻ അബൂബക്കറിന്റെ ഉമ്മയുടെ മടിയിൽ തല ചായ്ച്ച് ഒരു നിമിഷം സാന്ത്വന സ്പർശം അനുഭവിക്കാം. ഓർമ്മകളുടെ നടവരമ്പിലൂടെ നമുക്കും സഞ്ചരിക്കാം. പ്രിയ സദസ്സ്, നാടകം തുടങ്ങുന്നു. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു, വേദിയിലേക്ക് കടന്നുവരുന്ന എല്ലാ പ്രകാശ സ്രോതസ്സുകളും അണച്ച് അരങ്ങിലെ ഈ വെളിച്ചം കാണുക. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു. കഴിഞ്ഞ 2 ദശകത്തിലധികമായി ഉത്തര കേരളത്തിലെ നാടകവേദികളിൽ ശ്രദ്ധേയമായ പാത്രാവിഷ്കാരങ്ങളിലൂടെ പ്രശസ്തിയിലേക്കുയർന്ന അഭിനേത്രി രജിതാ മധു അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു.